ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണ നിലവിൽ ലോൺ അടിസ്ഥാനത്തിൽ ഇന്തോനേഷ്യൻ ക്ലബ്ബായ പേഴ്സിക്കെതിരിക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മികച്ച രൂപത്തിൽ കളിക്കാൻ ലൂണക്ക് കഴിയുന്നു. ഇന്നലെ നടന്ന മത്സരത്തിൽ ലൂണയുടെ ക്ലബ്ബായ പേഴ്സിസി ഇന്തോനേഷ്യ എന്ന ടീമിനോട് പരാജയപ്പെട്ടിരുന്നു. 3-4 ഗോളുകൾക്കായിരുന്നു ഈ മത്സരത്തിൽ ലൂണയുടെ ടീമിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. പക്ഷെ മത്സരത്തിൽ ലൂണ തിളങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ കാരണം ഒരു അസിസ്റ്റ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മത്സരത്തിൽ ലൂണ സ്റ്റാർട്ട് ചെയ്തിരുന്നു. 12ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ആദ്യ പകുതിയിൽ 1-2 ഗോളുകൾക്ക് അവരുടെ ടീം പിറകിലായിരുന്നു. പിന്നീട് 64ാമത്തെ മിനിറ്റിൽ ഏണസ്റ്റോ ഗോമസ് ക്കെതിരിക്ക് വേണ്ടി ഒരു ഗോൾ കണ്ടെത്തി. അതിനാണ് ലൂണ അസിസ്റ്റ് നൽകിയത്. ഇതോടുകൂടി രണ്ട് ടീമുകളും 3 ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനില പാലിക്കുകയായിരുന്നു. പക്ഷെ അതിനുശേഷം അഥവാ 87ാമത്തെ മിനിറ്റിൽ എതിരാളികൾ ഒരു ഗോൾ കൂടി നേടിക്കൊണ്ട് വിജയം സ്വന്തമാക്കി എന്നുള്ളതാണ്. ഇനി ലൂണയുടെ ഈ ഇന്തോനേഷ്യൻ ക്ലബിന് വേണ്ടിയുള്ള കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 4 മത്സരങ്ങളിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഗോൾ ലൂണ നേടിയിട്ടുണ്ട്, 2 അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മോശമല്ലാത്ത രൂപത്തിൽ ഈ ക്ലബിന് വേണ്ടി കളിക്കാൻ അഡ്രിയാൻ ലൂണക്ക് കഴിയുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇത്. ഏതായാലും ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സീസണിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു അന്തിമ തീരുമാനം എടുക്കുക. അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.